ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങൽ കീഴായൂർ ലൗലി കോർണർ പാതയുടെ BM&BC നിലവാരത്തിലുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. നിലവിൽ BC വർക്കുകളാണ് നടക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA പാത സന്ദർശിച്ച് പ്രവൃത്തികൾ വിലയിരുത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മഞ്ഞളുങ്ങലിൽ നിന്ന് കീഴായൂർ ലൗലി കോർണറിലേക്കുള്ള പാത വർഷങ്ങളായി തകർച്ച നേരിട്ട നിലയിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പാത ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. പ്രത്യേക അഭ്യർത്ഥന പ്രകാരം മുഖ്യമന്ത്രിയുടെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചിലവഴിച്ചാണ് റോഡ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ പാത പൊളിച്ച ശേഷമാണ് നവീകരണം നടത്തുന്നത്. BM വർക്കുകൾ കഴിഞ്ഞതോടെ ഇപ്പോൾ BC ടാറിംഗ് പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA പാത സന്ദർശിച്ച് പ്രവൃത്തികൾ വിലയിരുത്തി. ആവശ്യമായ സ്ഥലങ്ങളിൽ ഡ്രൈനേജ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് MLA പറഞ്ഞു. ഓങ്ങല്ലൂർ പഞ്ചായത്തിനെയും പട്ടാമ്പിയെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് മഞ്ഞളുങ്ങൽ ലൗലി കോർണർ റോഡ്. അപ്പൊ അത് BM/BC നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിരുന്നു. പൂർണ്ണമായി സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാണ് അനുവദിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേകം തന്ന റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് 1.5 കോടി ഇതിനു വേണ്ടി അനുവദിച്ചത്. അതിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ലൗലി കോർണർ വരെയുള്ള നിർമ്മാണത്തിന്റെ BM ആണ് ഇപ്പൊ നടക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ അത്യാവശ്യം ഡ്രെയിനേജ് സൗകര്യങ്ങൾ, ഐറിഷ് ട്രെയിൻ അത്യാവശ്യം വേണ്ടിടത്തൊക്കെ തന്നെ ഉണ്ട്. ഇനി അത്യാവശ്യമുള്ള ചില സ്ഥലങ്ങളിൽ കൂടി ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. പട്ടാമ്പി കൊളപ്പള്ളി റോഡ് അല്ലെങ്കിൽ മെയിൻ റോഡ് ഇന്നൊരു ബൈ റോഡായിട്ട് കൂടി ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ദീർഘകാലമായി തകർന്നു കടന്നിരുന്ന റോഡാണ്. അപ്പൊ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം കൂടിയായിരുന്നു. അതിപ്പോ യാഥാർത്ഥ്യമായി. ഏകദേശം 2.5 കിലോമീറ്റർ ദൂരം വരുന്ന പാതയാണ് നവീകരിക്കുന്നത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് LSGD വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. പട്ടാമ്പി നഗരത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന റോഡ് ആയതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ബൈപ്പാസ് റോഡായും ഉപയോഗിക്കാം.